കണ്ണൂരിൽ കോൺഗ്രസ് നേതാവ് കെ സുധാകരന് സീറ്റ് ലഭിച്ചത് ബി.ജെ.പിയിൽ ചേരാതിരുന്നതിനുള്ള വിലയാണെന്ന് തുറന്നടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുധാകരൻ ബി.ജെ.പിയിലേക്ക് പോയെന്ന് വാർത്തകൾ വന്നു. വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസ് തിരികെ കൊണ്ടുവന്നു. ബി.ജെ.പിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മടങ്ങിപ്പോകില്ലെന്ന് എന്താണ് ഉറപ്പ്? വോട്ട് ചെയ്ത ശേഷം ഉറക്കം നഷ്ടപ്പെടരുത്. വിശ്വസ്തരായവരെ മാത്രം ലോക്സഭയിലേക്ക് അയക്കണം. കണ്ണൂർ ചാലയിൽ LDF കുടുംബയോഗത്തിൽ പങ്കെടുക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിക്കും മുന്നേയുള്ള സുധാകരന്റെ നീക്കങ്ങൾ. പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിരുന്നു ആദ്യം കണ്ണൂരിലേക്ക് സുധാകരൻ വന്നത്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ സുധാകരന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. ഔദ്യോഗികമായി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും തത്വത്തിൽ അംഗീകാരമായ സ്ഥിതിക്ക് അന്ന് ലഭിച്ച സ്വീകരണത്തിന് നന്ദി പറയുന്നുവെന്നാണ് സുധാകരൻ അന്ന് പറഞ്ഞത്. ഒരിക്കൽ കൂടി മത്സരിക്കാനും ജയിക്കുമെന്ന ഉറപ്പുണ്ടെന്നും അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു. മണ്ഡലം പിടിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മത്സരിക്കുന്നത്. കണ്ണൂർ തിരിച്ചു പിടിക്കാനാവുമെന്ന് തന്നെയാണ് പൂർണ്ണ വിശ്വാസം. അത് വെളിവാക്കുന്നതാണ് ഈ സ്വീകരണത്തിലെ ജനപങ്കാളിത്തമെന്നാണ് അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സുധാകരൻ പ്രതികരിച്ചത്. അന്ന് കണ്ണൂരിൽ ആരാണ് സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് ഒരു സൂചന പോലും നൽകിയിരുന്നില്ല. അതിനു മുന്നേ തന്നെയായിരുന്നു താൻ ജയിക്കുമെന്ന ആത്മവിശ്വാസം സുധാകരൻ പങ്കുവച്ചത്. ഇതോടെ നേരത്തെ തന്നെ സുധാകരന് പാർട്ടി സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേതാക്കൾ വ്യക്തമാക്കും. ഇനി വിശ്രമമില്ലാത്ത ദിവസങ്ങളാണെന്നും സുധാകരൻ പറഞ്ഞു. നേരത്തെ സുധാകരൻ മത്സരിക്കില്ലെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഡൽഹിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്നും നിർണായക തിരഞ്ഞെടുപ്പായതിനാൽ ജയസാധ്യതയുള്ളവർ തന്നെ രംഗത്തിറങ്ങണമെന്നും നിർദ്ദേശിച്ചിരുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റായ സുധാകരന് മറ്റേതോ പിന്നാമ്പുറ കളികളിലൂടെയാണ് സീറ്റ് ലഭിച്ചതെന്നാണ് മറ്റു പാർട്ടികളുടെ ആക്ഷേപം. അതാണ് ഇപ്പോൾ പിണറായി വിജയൻ തുറന്നടിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ നിർദ്ദേശമാണെങ്കിലും മറ്റു പിന്നാമ്പുറ കളികളാണെങ്കിലും കണ്ണൂരിൽ സുധാകരന് തന്നെ നറുക്കു വീണു. CPM സിറ്റിംഗ് MP PK ശ്രീമതിയെ തന്നെയാണ് നിലനിർത്തിയത്. SDPIക്ക് വേണ്ടി കഴിഞ്ഞ തവണ 19,000-ലേറെ വോട്ടുകൾ നേടിയ KK അബ്ദുൽ ജബ്ബാറാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ PK ശ്രീമതിയുടെ ഭൂരിപക്ഷം 6,000-ന് മുകളിലാണ്. BJP ഒഴികെയുള്ള കക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കണ്ണൂരിൽ ഇക്കുറിയും പോരാട്ടം തീർപ്പാറുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിലെയും കാസർകോട്ടെയും മലപ്പുറത്തെയും രക്തസാക്ഷികളുടെ വികാരങ്ങൾ നെഞ്ചിലേറ്റിയാണ് UDF കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയും അതിജീവിക്കാൻ കോൺഗ്രസ് സജ്ജമാണെന്നുള്ള പ്രഖ്യാപനവുമായാണ് താൻ മത്സര രംഗത്ത് ഇറങ്ങുന്നതെന്നും സുധാകരൻ പറഞ്ഞു. കേരളത്തിലും കേന്ദ്രത്തിലും ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയാണ് കോൺഗ്രസിന്റെ പോരാട്ടം. അക്രമ രാഷ്ട്രീയം കേരളത്തിൽ പ്രധാന ചർച്ചാ വിഷയമാക്കുമെന്നും രാജ്യം മുഴുവൻ കോൺഗ്രസ് തരംഗമുണ്ടാക്കുമെന്നാണ് സുധാകരന്റെ വാഗ്ദാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.